കീം എൻട്രൻസ് പരീക്ഷയിൽ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന പുതിയ ഫോർമുല തീർത്തും സദുദ്ദേശത്തോടെ. നിലവിലുള്ള പ്രോസ്പെക്ട്സ് പ്രകാരമല്ല ആദ്യഘട്ട റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചെന്ന കാരണത്താലാണ് സംസ്ഥാന സർക്കാരിന്റെ ഹർജി ഹൈക്കോടതി റദ്ദാക്കിയത്. എന്നാൽ സമാന രീതിയിൽ നേരത്തെ നീറ്റ് PG പരീക്ഷ കഴിഞ്ഞ് പ്രോസ്പെക്ട്സ് തിരുത്തിയ കേന്ദ്ര സർക്കാർ നയം സുപ്രീം കോടതി അംഗീകരിക്കുകയാണ് ചെയ്തത്. കീം എൻട്രൻസ് റാങ്ക് ലിസ്റ്റിൽ കേരള CBSE സിലബസ് വിദ്യാർത്ഥികൾക്ക് തുല്യനീതി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു സംസ്ഥാന സർക്കാർ പ്രോസ്പെക്ടസിൽ പുതിയ ഫോർമുല കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത്. ഇക്കാര്യം ഉന്നയിച്ച വിദ്യാർത്ഥികളിൽ നിന്നു തന്നെ ഉയർന്ന പരാതികൾ പരിഗണിച്ചാണ് പുതിയ ഫോർമുല പ്രകാരം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. ഈ മാറ്റം നിയമപരമല്ലെന്ന സിംഗിൾ ബെഞ്ചിന്റെ കണ്ടെത്തൽ ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചു. കോടതി നിർദ്ദേശപ്രകാരം പഴയ ഫോർമുല അനുസരിച്ച് വീണ്ടും സംസ്ഥാന സർക്കാരിന് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കേണ്ടി വന്നു. കേരള സിലബസ് വിദ്യാർത്ഥികൾ പിന്നിൽ പോകുന്നത് മറികടക്കാൻ കൊണ്ടുവന്ന മാർക്ക് ഏകീകരണത്തിലെ പരിഷ്കാരം നടപ്പാക്കാൻ വൈകിയെന്നാണ് മറ്റൊരു വാദം. വിദ്യാർത്ഥികളുടെ പ്രവേശന നടപടികളെ ഇത് ബാധിക്കുമെന്നതിനാൽ സർക്കാർ ഉടനെ ഫലം പ്രസിദ്ധീകരിച്ചു. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ സദുദ്ദേശത്തെ ചില മാധ്യമങ്ങളും വലതുപക്ഷവും വളച്ചൊടിക്കുകയാണ് ചെയ്തത്. സമാന രീതിയിൽ നേരത്തെ നീറ്റ് PG പരീക്ഷ കഴിഞ്ഞും പ്രോസ്പെക്ടസ് തിരുത്തിയ കേന്ദ്ര സർക്കാർ പരിഷ്കരിച്ച ഫോർമുലയിൽ സുപ്രീം കോടതിയിൽ കേസ് വന്നിരുന്നു. ഈ ലിസ്റ്റ് കോടതി റദ്ദാക്കാതെ ലിസ്റ്റ് അംഗീകരിക്കുകയാണ് ചെയ്തത്. ഇത്തരത്തിലുള്ള മുൻ കീഴ്വഴക്കങ്ങൾ ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ സദുദ്ദേശ നടപടിയെ കോടതി തടഞ്ഞത്. അതേസമയം കീമിന്റെ നിലവിലുള്ള ഫോർമുല പ്രകാരം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് CBSE വിദ്യാർത്ഥികളെക്കാൾ 15 മുതൽ 20 വരെ മാർക്ക് കുറയുന്നതായാണ് പരാതി ഉയർന്നത്. വിഷയത്തിൽ വിശദമായ പഠനം നടത്തി അടുത്ത വർഷം മാർക്ക് ഏകീകരണം നടത്താനുള്ള നടപടികൾ സ്വീകരിക്കാനാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.